നമ്മൾ പുതിയ പാഠത്തിലേക്ക് കിടക്കുകയാണ്. സെക്കൻഡ് പാർട്ട്. ദ നെയിം ഓഫ് ചാപ്റ്റർ ഫോർ എ പൊല്യൂഷൻ ഫ്രീ നേച്ചർ. പൊല്യൂഷൻ ഫ്രീ നേച്ചർ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? അതായത് മാലിന്യമൊന്നുമില്ലാത്ത ഒരു പ്രകൃതി. ഓക്കെ, നിർമ്മലമായ പ്രകൃതിക്കായി. പാഠത്തിന്റെ പേരാണ് ഫോർ എ പൊല്യൂഷൻ ഫ്രീ നേച്ചർ. നോക്കൂ. വാട്ട് എ സൈറ്റ് ടു സീ ദ ട്രീ on the river bank, rooted in the earth, spread into the sky, drawing water from depths, holding head high. എന്താണ്? ആറ്റുവക്കത്ത് ഒരു മരം മണ്ണിൽ വേരൂന്നി വിണ്ണിൽ പടർന്ന് ആഴത്തിൽ ജലം തേടി പന്തലിച്ചങ്ങനെ നിൽക്കുന്നു. ഒരു മരം എവിടെയാണ്? ആറ്റുവക്കത്ത്. റിവർ ബാങ്ക് എന്ന് പറഞ്ഞാൽ നദിയുടെ തീരത്ത്. ബാങ്ക് എന്ന് പറഞ്ഞ തീരം അല്ലേ? അത് മണ്ണിലേക്ക് വേരൂന്നി ചുറ്റും പടർന്ന് വിണ്ണിലാകെ പടർന്ന് അങ്ങ് പന്തലിച്ച് നിൽക്കുകയാണ്. The tree grows drawing water and minerals from the soil, receiving oxygen from the air, preparing food using carbon dioxide and preserving this for others. What more, it gives out life-sustaining air even more than what it takes in. എന്താണ്? മണ്ണിൽ നിന്ന് ജലവും ലവണങ്ങളും വലിച്ചെടുത്ത് വളരുന്നു. അന്തരീക്ഷത്തിൽ നിന്ന് പ്രാണവായു സ്വീകരിക്കുന്നു. കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗപ്പെടുത്തി ആഹാരം നിർമ്മിക്കുന്നു. മറ്റുള്ളവർക്കായി കരുതി വയ്ക്കുന്നു. സ്വീകരിച്ചതിനേക്കാൾ കൂടുതൽ പ്രാണവായു പുറത്തുവിടുന്നു. ഇതെന്താണ്? ഒരു ട്രീ, ഒരു പ്ലാന്റിനെ കുറിച്ച് എഴുതിയിരിക്കുകയാണ് അല്ലേ? അതായത് ഒരു ട്രീ എന്ന് പറയുന്നത് നമുക്കറിയാം, സസ്യങ്ങൾ ആഹാരം പാചകം ചെയ്ത് അവർ ഫോട്ടോസിന്തസിസ് വഴി അവരെന്ത് പുറത്തേക്ക് വിടുന്നുണ്ട്? ഓക്സിജൻ പുറത്തേക്ക് വിടുന്നു. അത് നമ്മൾ ശ്വസിക്കുന്നു അല്ലേ? അപ്പോൾ ഭൂമിയിലെ പ്രധാന ഘടകങ്ങളിൽ ഒന്നാണ് എന്ത്? ട്രീ എന്ന് പറയുന്നത്. ഓക്കെ, എങ്ങനെയാണ് ട്രീ വളരുന്നത്? അവർക്ക് വാട്ടറും മിനറൽസും ഒക്കെ സോയിലിൽ നിന്ന് അവര് വലിച്ചെടുക്കുന്നു അല്ലേ? അങ്ങനെയാണ് ഒരു വൃക്ഷം വളരുന്നത്. നോക്കൂ മക്കളെ, soil, water and air are essential for the existence of a tree. മരത്തിന്റെ നിലനിൽപ്പിന് മണ്ണ്, വെള്ളം, വായു ഇവയെല്ലാം ആവശ്യമാണ്. How do other living beings make use of them? എങ്ങനെയാണ് മറ്റു ജീവജാലങ്ങൾ ഇവയെ പ്രയോജനപ്പെടുത്തുന്നത്? കംപ്ലീറ്റ് ദ ടേബിൾ. ക്രിയേച്ചർ എന്ന് പറഞ്ഞാൽ ജീവി. അടുത്താണ് എയർ വായു, സോയിൽ മണ്ണ്, വാട്ടർ ജലം, ഫിഷ് എന്താണ്? ബ്രീത്ത് ദ ഓക്സിജൻ ഇൻ വാട്ടർ. ഫിഷ് എന്ത് ചെയ്യുന്നു? വെള്ളത്തിൽ നിന്നും ഓക്സിജൻ ശ്വസിക്കുന്നു. അപ്പോൾ എയർ എവിടെ നിന്ന് സ്വീകരിക്കുന്നത്? വെള്ളത്തിൽ നിന്ന്. ജലത്തിലെ വായുവാണ് ആര് ശ്വസിക്കുന്നത്? മത്സ്യങ്ങൾ ശ്വസിക്കുന്നത്. സോയിൽ, വാട്ടർ ബോഡീസ് എക്സിസ്റ്റ് ഇൻ ദ സോയിൽ. എന്താണ്? ജലാശയങ്ങൾ നിലനിൽക്കുന്നത് മണ്ണിലാണ്. നമുക്കറിയാലേ, കിണറും കുളവും ഒക്കെ എവിടെയാണ്? മണ്ണിലാണ് അല്ലേ? അപ്പൊ വാട്ടർ ബോഡീസ്, ജലാശയങ്ങൾ നിലനിൽക്കുന്നത് എവിടെയാണ്? മണ്ണിലാണ്. വാട്ടർ, ലിവ് ഇൻ വാട്ടർ. എന്താണ്? ഫിഷ് എവിടെ ജീവിക്കുന്നത്? വാട്ടറിലാണ് ജീവിക്കുന്നത്. ഇനി ഇതുപോലെ ബേർഡ്സും ഇൻസെക്ട്സ് എന്ന് പറഞ്ഞാൽ പ്രാണികൾ. അക്വാട്ടിക് പ്ലാന്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ജലസസ്യങ്ങൾ. ഹ്യൂമൻ ബീയിങ്സ്. ഇതിൻ്റെയൊക്കെ എഴുതി കംപ്ലീറ്റ് ചെയ്യണം. ഇത് നിങ്ങൾ തന്നെ എഴുതുക. ബേർഡ്സ് എന്താ മക്കളെ? അവരെവിടെ നിന്നാണ്? എയർ, ഓക്സിജൻ. അവർ എൻവയോൺമെന്റിൽ നിന്നും അവരെന്ത്? ബ്രീത്ത് ദ എയർ. അവർ എൻവയോൺമെന്റിൽ നിന്നും ഓക്സിജൻ സ്വീകരിക്കുന്നു. പിന്നെ എവിടെയാണ്? മരത്തിലാണ്. മരം എവിടെയാണ് ഉള്ളത്? ട്രീസ് എവിടെ ഉണ്ടായിരിക്കും? സോയിലാണ് അല്ലേ? അവർ പിന്നെ വാട്ടർ എന്താണ്? അവർ കുടിക്കാൻ എന്തുപയോഗിക്കുന്നു? വാട്ടർ ഉപയോഗിക്കുന്നു. അങ്ങനെ ഓരോന്നും നിങ്ങൾ പൂർത്തിയാക്കണം. ടീച്ചർ ഇത് കംപ്ലീറ്റ് ചെയ്ത് നോട്ട് എഴുതി തരും. ഓക്കെ. All living beings depend on factors like soil, air and water directly or indirectly. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്താണ്? എല്ലാ ജീവജാലങ്ങളും പ്രത്യക്ഷമായോ പരോക്ഷമായോ മണ്ണ്, വായു, വെള്ളം ഇവയെ ആശ്രയിക്കുന്നു.
Okay. Didn't you understand the importance of factors like soil, air, water? എന്താണ് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായോ വാട്ടറിന്റെയും എയറിന്റെയും ഒക്കെ പ്രാധാന്യം? വാട്ട് പെക്യുലാരിറ്റീസ് ഓഫ് ദ സോയിൽ ആർ യു അവെയർ ഓഫ്? എന്താണ് മണ്ണിന്റെ എന്തെല്ലാം പ്രത്യേകതകൾ നിങ്ങൾക്ക് അറിയാം? സോയിൽ ഒബ്സർവേഷൻ. എന്താണ് സോയിൽ ഒബ്സർവേഷൻ? അതായത് നമ്മൾ മണ്ണിന്റെ പ്രത്യേകതകൾ അറിയാം. നമുക്കറിയാം മണ്ണിന്റെ എന്തൊക്കെ പ്രത്യേകത, മണ്ണിന് എന്തൊക്കെ പെക്യുലാരിറ്റീസ് ഉണ്ട്. മണ്ണില് നമ്മുടെ പലതരത്തിലുള്ള മണ്ണുകളുണ്ട് അല്ലെ. ജലാംശം കൂടുതലുള്ള മണ്ണുകളുണ്ട്, ജലാംശം കുറവുള്ള മണ്ണുകളുണ്ട് അല്ലെ. അപ്പൊ മണ്ണിന് കുറെ പ്രത്യേകതകൾ ഉണ്ട്. നോക്കൂ മക്കളെ. ഈസ് ദ സോയിൽ അറൌണ്ട് ദ സെയിം എവരിവെയർ? എല്ലായിടത്തും മണ്ണ് ഒരുപോലെയാണോ? Collect samples of soil from different places and examine which are these places. എന്താണ് നമ്മുടെ ചുറ്റുപാടും കാണുന്ന മണ്ണ് ഒരുപോലെയാണോ? വിവിധ പ്രദേശങ്ങളിലെ മണ്ണ് നിങ്ങൾ ശേഖരിച്ച് പരിശോധിക്കൂ. എവിടെ നിന്നെല്ലാം മണ്ണ് ശേഖരിക്കാം? എന്താണ് നമുക്ക് എല്ലായിടത്തും മണ്ണ് ഒരുപോലെ അല്ല അല്ലെ. നമുക്ക് തന്നെ അറിയാം നമ്മുടെ വീടിന്റെ പല സ്ഥലത്തും പലതരത്തിലുള്ള മണ്ണാണ്. എവിടെയൊക്കെ നോക്കാം, നമുക്ക് പരീക്ഷിക്കാൻ എടുക്കാം, നോക്കാം. നമുക്ക് സാധാരണ സ്കൂളുള്ള സമയത്ത് നമുക്ക് ഇതൊക്കെ ചെയ്ത് കാണാം. ഇതിപ്പോ നിങ്ങള് നോക്കണം കേട്ടോ. പാഡി ഫീൽഡ് എന്ന് പറഞ്ഞാൽ വയൽ, നമ്മുടെ പാടം ഉണ്ടല്ലോ, നെൽവയൽ, അതാണ് പാഡി ഫീൽഡ്. അടുത്താണ് ഗാർഡൻ എന്ന് പറഞ്ഞാൽ പൂന്തോട്ടം. അടുത്താണ് പ്ലേസ് ഫ്രം വേർ സോയിൽ ഹാസ് ബീൻ റിമൂവ്ഡ് ഫോർ കൺസ്ട്രക്ഷൻ പർപ്പസസ്. എന്താണ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മണ്ണ് നീക്കം ചെയ്ത സ്ഥലം. ഇത്രയും സ്ഥലങ്ങളിൽ നിന്ന് നമുക്ക് എന്തെടുക്കാം? മണ്ണ് എടുക്കാം. ദെൻ എന്ത് ചെയ്യണം? അത് എന്തൊക്കെ നമുക്ക് ഒബ്സർവ് ചെയ്യാം? വാട്ട് ഷുഡ് ബി ഒബ്സർവ്ഡ്? കളർ, സൈസ് ഓഫ് ഗ്രെയിൻസ് ഓഫ് സോയിൽ, അതർ പാർട്ടിക്കിൾസ്, നിറം, തരികളുടെ വലിപ്പം, മറ്റു വസ്തുക്കൾ, ഇവയെല്ലാം നമുക്ക് ഒബ്സർവ് ചെയ്യാം. ടാബ്ലേറ്റ് ദ റിസൾട്ട്സ് ഓഫ് ദ ഒബ്സർവേഷൻ ഇൻ ദ സയൻസ് ഡയറി. എന്താണ് ഇതിന്റെ പ്രത്യേകതകളെല്ലാം കണ്ടെത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? സയൻസ് ഡയറിയിൽ എഴുതണം. ദെൻ എന്താണ് നോക്കൂ. അപ്പൊ നമുക്കറിയാം പല സ്ഥലങ്ങളിൽ പാഡി ഫീൽഡിലെ മണ്ണിന് എന്തായിരിക്കും മക്കളെ പ്രത്യേകത? അപ്പൊ നമുക്കറിയാം നമ്മുടെ പാടത്തൊക്കെ ജലാംശം കൂടുതലുണ്ടായിരിക്കും അല്ലെ. എന്നാൽ ഗാർഡനിലെ മണ്ണിനോ അതിലെ തരികൾ കൂടുതലുണ്ടായിരിക്കും, അത്രയ്ക്ക് നനവൊക്കെ കുറവായിരിക്കും അല്ലെ. അപ്പോ പല സ്ഥലത്തെ മണ്ണുകളുടെയും കളറിലും സൈസിലും അതിനകത്തുള്ള തരികളുടെ എണ്ണത്തിലൊക്കെ വ്യത്യാസം ഉണ്ടായിരിക്കും. ഓക്കെ, നോക്കൂ. ഇനി അടുത്തത്, take a jar half filled with a garden soil. Fill the jar fully with water and stir well using a stick. Keep the jar aside for a while. Observe the jar after the top water layer becomes clear. എന്താ മക്കളെ പറയുന്നത്? നമ്മള് ഒരു ജാറിന്റെ പകുതിയോളം തോട്ടത്തിലെ മണ്ണെടുക്കുക. നിറയെ വെള്ളം ഒഴിച്ച് ഒരു കമ്പ് ഉപയോഗിച്ച് നന്നായി ഇളക്കുക. ജാർ അല്പസമയം ഇളക്കാതെ വെക്കൂ. മുകളിലെ വെള്ളം തെളിഞ്ഞതിന് ശേഷം ജാർ നിരീക്ഷിക്കൂ. നമുക്കറിയാം അല്ലെ, എന്താണ് വെള്ളം കുറെ സമയം ഇളക്കി കഴിയുമ്പോൾ അത് കലങ്ങും അല്ലെ. കലങ്ങി കുറച്ച് സമയം അത് വെച്ച് കഴിയുമ്പോൾ എന്താ സംഭവിക്കുക? അതിനകത്തെ പാർട്ടിക്കിൾസ് ഒക്കെ തിരിഞ്ഞു കിടക്കുന്നുണ്ടാവും അല്ലെ, വേറെ പിരിഞ്ഞ് കിടക്കുന്നുണ്ടാവും ഇല്ലേ. അപ്പൊ എന്തായിരിക്കും? നമുക്കൊന്ന് ചിന്തിച്ചു നോക്കിയേ. ഏറ്റവും അടിയിൽ കിടക്കുക എന്തായിരിക്കും? വലിയ വലിയ കല്ലുകളായിരിക്കും അല്ലെ, ലാർജ് ഗ്രാന്യൂൾസ് ആയിരിക്കും ഏറ്റവും അടിയിൽ കിടക്കുന്നത്. പിന്നെ മിഡിലുള്ളത് എന്തായിരിക്കും? മഡ്, ചെളിയായിരിക്കും. പിന്നെ അതിന്റെ മേലെ എന്തായിരിക്കും? ഓർഗാനിക് മാറ്റർ. നമുക്കറിയാം നമ്മുടെ മണ്ണില് പച്ചിലകളും എല്ലാം വീണിട്ട് ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ അതിന്റെ ഓർഗാനിക് മാറ്റർ ഉണ്ടായിരിക്കും. അപ്പൊ നിങ്ങൾ അവിടെ അടയാളപ്പെടുത്ത്, നിങ്ങൾ നോട്ടിലേക്ക് വരയ്ക്കുക, എഴുതുക. ഏറ്റവും അടിയിലത്തെ പാർട്ടാണ് ലാർജ് ഗ്രാന്യൂൾസ്, അതായത് വലിയ തരികൾ. രണ്ടാമത്തെ മിഡിലുള്ളതാണ് മഡ്, എന്താണ്? ചെളിയായിരിക്കും, മഡായിരിക്കും. ദെൻ ഏറ്റവും മേലെ എന്തായിരിക്കും? ഓർഗാനിക് മാറ്റർ ആയിരിക്കും, ജൈവാവശിഷ്ടങ്ങളായിരിക്കും ഏറ്റവും മേലെ ഉണ്ടായിരിക്കുക. ദെൻ അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഇത് നിങ്ങളുടെ നോട്ടിലേക്ക് വരച്ച് എഴുതണം കേട്ടോ. മോയ്സ്ചർ ഇൻ സോയിൽ, എന്താണ്? മണ്ണിലെ ജലാംശം. മണ്ണിലെ ജലാംശം ഉണ്ടോ എന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടിയുള്ള ഒരു എക്സ്പെരിമെന്റ്. ഡസ് സോയിൽ കണ്ടെയ്ൻ വാട്ടർ, എന്താണ്? മണ്ണിൽ ജലാംശം ഉണ്ടോ?
മണ്ണിൽ ജലാംശം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? നോക്കി നോക്കൂ മക്കളെ. Collect soil up to a quarter of a boiling tube from the school premises. എന്താണ്? സ്കൂൾ പരിസരത്തെ മണ്ണ് ഒരു ബോയിലിംഗ് ട്യൂബിൽ കാൽഭാഗം എടുക്കൂ. ക്ലോസ് ദ ബോയിലിംഗ് ട്യൂബ് വിത്ത് എ പീസ് ഓഫ് കോട്ടൺ. എന്താണ്? ബോയിലിംഗ് ട്യൂബ് എന്തുകൊണ്ട് അടയ്ക്കണം? കോട്ടൺ, പഞ്ഞി വെച്ച് അടയ്ക്കുക. ഹീറ്റ് ഇറ്റ് ഫോർ സം ടൈം യൂസിങ് എ സ്പിരിറ്റ് ലാമ്പ്. എന്താണ്? ഇത് കുറച്ച് സമയം നമ്മുടെ സ്പിരിറ്റ് ലാമ്പ് ഉപയോഗിച്ച് ചൂടാക്കാം. After cooling, observe the inner wall of the boiling tube. What you observe? അതിനുശേഷം തണുത്ത ശേഷം ബോയിലിംഗ് ട്യൂബിന്റെ ഉൾവശം നിരീക്ഷിക്കൂ. എന്താണ് കാണുന്നത്? നമുക്കിപ്പോ എന്താണ് ഈ എക്സ്പെരിമെന്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല അല്ലെ? ഈ സാഹചര്യത്തിൽ നമുക്ക് സാധിക്കില്ല. പക്ഷേ നിങ്ങൾക്ക് എന്താണ് നമ്മുടെ വീട്ടിലൊക്കെ ഈ നിങ്ങൾക്ക് ചെറുതായിട്ടൊക്കെ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു എക്സ്പെരിമെന്റ് ആണിത്. എന്താണ് നമ്മുടെ ഇതിൽ വെള്ളം ഉണ്ടോ എന്നറിയുന്നതിന് വേണ്ടിയിട്ട് നമുക്കറിയാം, അമ്മമാരൊക്കെ കൂട്ടാനൊക്കെ വെക്കുമ്പോൾ കറിപ്പാത്രത്തില് പച്ചക്കറികളൊക്കെ വെക്കുമ്പോൾ പ്രത്യേകിച്ച് വെള്ളമൊന്നും ഒഴിക്കില്ല അല്ലെ, ആവിയിൽ വേവിച്ചെടുക്കും. അത് ചൂടാക്കി കുറച്ച് കഴിയുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും അവിടെ വെള്ളത്തിന്റെ ബബിൾസ് മേലെ കിടക്കുന്നത് കാണാം അല്ലേ? ഇതുപോലെ തന്നെയാണ് മണ്ണും കുറച്ച് സമയം ചൂടാക്കിയതിന് ശേഷം തണുക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കും അതിന്റെ മേലെ എന്തുണ്ടായിരിക്കും? വെള്ളം ഉണ്ടായിരിക്കും. മനസ്സിലായി? അപ്പൊ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം എന്താണ്? മണ്ണില് ജലം അടങ്ങിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം. റിപ്പീറ്റ് ദ എക്സ്പെരിമെന്റ് യൂസിങ് സോയിൽ കളക്ടഡ് ഫ്രം ഡിഫറെന്റ് പ്ലേസസ്. ഈ പരീക്ഷണം നമ്മൾ വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്ന് എടുത്ത് ചെയ്യുക. മണ്ണ് വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്ന് കളക്ട് ചെയ്ത് ചെയ്യണം. കൺസിഡർ ദ ഫോളോയിങ് ഫാക്ടേഴ്സ് വെൻ യു ഒബ്സർവ്. എന്താണ്? പരിശോധനയിൽ താഴെ പറയുന്നവ പരിഗണിക്കുമല്ലോ. ഡു യു സീ എനി ട്രേസ് ഓഫ് വാട്ടർ ഓൺ ദ ഇന്നർ വോൾ ഓഫ് ദ ബോയിലിംഗ് ട്യൂബ്. എന്താണ്? ബോയിലിംഗ് ട്യൂബിന്റെ ഉൾവശത്ത് ജലാംശം കാണുന്നുണ്ടോ? Does the water content differ in different types of soil? എന്താണ്? ജലാംശത്തിന്റെ അളവ് ഓരോ തരം മണ്ണിലും വ്യത്യാസപ്പെടുന്നുണ്ടോ? റൈറ്റ് ഡൗൺ ദ എക്സ്പെരിമെന്റ് നോട്ട് ഇൻ ദ സയൻസ് ഡയറി. ഇത് എന്ത് ചെയ്യണം? സയൻസ് ഡയറിയിൽ എഴുതണം. നമുക്ക് അതിലെ ഒബ്സർവേഷൻ ഇത്രയേ ഉള്ളൂ. വ്യത്യസ്ത സ്ഥലങ്ങളിലെ മണ്ണിലെ ജലാംശത്തിന്റെ അളവ് കൂടിയും കുറഞ്ഞും ഇരിക്കും. അപ്പൊ ഡിഫറെന്റ് ആയിരിക്കും. അതിന്റെ ഒബ്സർവേഷൻ ടീച്ചറെ നോട്ട് എഴുതി തരാം കേട്ടോ. കാരണം ഇപ്പൊ നമുക്ക് ഈ എക്സ്പെരിമെന്റ് കാണിച്ചു തന്ന് ചെയ്യാൻ സാധിക്കില്ല. സ്കൂൾ തുറന്നു വരുമ്പോൾ എപ്പോഴെങ്കിലും സാധിക്കുന്ന സമയത്ത് നമുക്കത് ചെയ്യാം. സിമ്പിൾ എക്സ്പെരിമെന്റ് ആണ് കേട്ടോ. അടുത്താണ് വാട്ടർ ഒബ്സർവേഷൻ കപ്പാസിറ്റി ഓഫ് സോയിൽ. എന്താണ് മക്കളെ? മണ്ണിന്റെ ജലാകിരണ ശേഷി. എന്താണ്? ഓരോ മണ്ണിനും ജലത്തെ ആഗിരണം ചെയ്യാനുള്ള കഴിവ് എത്രമാത്രം ഉണ്ട്? ഏത് മണ്ണിനാണ് ഏറ്റവും കൂടുതൽ ജലത്തിനെ അബ്സോർബ് ചെയ്യാനുള്ള കഴിവ് കൂടുതൽ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ട്രൈ ഡൂയിങ് ദ ഫോളോയിങ് ആക്ടിവിറ്റീസ്. എന്താണ്? ഈ പ്രവർത്തനങ്ങൾ ചെയ്തു നോക്കൂ. Collect separately some sand, soil from a paddy field and soil from your yard and dry them. എന്താണ്? പാടത്തു നിന്നെടുത്ത മണ്ണ്, പിന്നെ നമ്മളിവിടെ നിൽക്കുകയാണ് സാൻഡ്, മണ്ണ്, പാടത്തു നിന്നെടുത്ത മണ്ണ്, പിന്നെന്താണ്? മണല്, ഗാർഡനിൽ നിന്നെടുത്ത മണ്ണ്. ഇവയെല്ലാം എന്താണ്? ഉണക്കുക. ഇവയെല്ലാം എന്താണ്? വെവ്വേറെ എടുത്ത് നന്നായി ഉണക്കുക. അതിനുശേഷം എന്താണ്? ഫോൾഡ് എ ഫിൽറ്റർ പേപ്പർ ഇൻ ടു എ കോൺ ആൻഡ് പ്ലേസ് ഇറ്റ് ഇൻ എ ഫണൽ ഇൻ എ ബീക്കർ. അതിനുശേഷം എന്ത് വേണം? ഒരു ഫിൽറ്റർ പേപ്പർ കോണാകൃതിയിൽ മടക്കി ഫണലിൽ വയ്ക്കുക. മെഷർ ഔട്ട് ഹാഫ് എ കപ്പ് ഓഫ് സാൻഡ് ഇൻ ടു ദ ഫണൽ. അതിനുശേഷം എന്ത് ചെയ്യണം? ഫണൽ ബീക്കറിൽ വെക്കണം. ഫണൽ എവിടെ വെക്കണം? ബീക്കറിൽ വെക്കണം. ആദ്യം ഫണലിൽ നമ്മുടെ എന്ത് വെച്ചു? ഫിൽറ്റർ പേപ്പർ വെക്കുന്നു. അതിനുശേഷം ഫണൽ എവിടെ വെക്കുന്നു? ബീക്കറിൽ വെക്കുന്നു. Arrange separate beakers and funnel in a similar manner with soil from the paddy field and yard using a dropper and water drop by drop into the 3 funnels. Make sure that the soil gets wet thoroughly. Do not forget to record the number of water drops added to each funnel. Continue adding water till the first drop of water drip from the funnel into the beaker. എന്താ പറയുന്നത്? നമ്മൾ ബീക്കറിൽ വെച്ചതിന് ശേഷം
ഫണൽ എവിടെ വെക്കണം? ബീക്കറിൽ വെക്കണം. എന്നിട്ട് എന്ത് വേണം? ഒരു കപ്പിൽ പകുതിയോളം മണലെടുത്ത് ഫണലിൽ ഇടുക. ഇതുപോലെ വേറെ ബീക്കറിൽ ഫണൽ സജ്ജീകരിച്ച് പാടത്തെ മണ്ണും മറ്റൊരു ബീക്കറിൽ എന്തിടണം? പറമ്പിലെ മണ്ണും ഇടണം. എന്നിട്ട് എന്ത് വേണം? ഒരു ഡ്രോപ്പർ ഉപയോഗിച്ച് 3 ഫണലിലും തുള്ളി തുള്ളിയായി ജലമൊഴിക്കും. മണ്ണ് എല്ലാ ഭാഗവും നനയുന്ന രീതിയിൽ വേണം ജലം ഒഴിക്കാൻ. ഓരോന്നിലും ഒഴിക്കുന്ന ജലത്തുള്ളികളുടെ എണ്ണം രേഖപ്പെടുത്തുമല്ലോ. എല്ലാത്തിലും എന്തായിരിക്കണം? തുല്യ അളവിലായിരിക്കണം വെള്ളം ഒഴിക്കുന്നത്. ഫണലിൽ നിന്ന് ബീക്കറിലേക്ക് ആദ്യ തുള്ളി ജലം വീഴുന്നത് വരെ ഈ പ്രവർത്തനം തുടരണം. എന്താണ്? ആദ്യം ഏതിലാണോ വീഴുന്നത് അതുവരെ നമ്മൾ എന്ത് വേണം? ഈ ആക്ടിവിറ്റി തുടർന്നുകൊണ്ടിരിക്കും. ചില മണ്ണിൽ പെട്ടെന്ന് ജലം താഴെ ബീക്കറിലേക്ക് എത്തും. ചിലതിൽ എന്താണ്? സ്ലോലി ആണ് എന്തെത്തുന്നതുള്ളൂ? വെള്ളം എത്തുകയുള്ളൂ. ഓക്കെ, നോക്കൂ. അടുത്തതാണ് ടൈപ്പ് ഓഫ് സോയിൽ, നമ്പർ ഓഫ് വാട്ടർ ഡ്രോപ്സ് ആഡഡ്. എന്താണ്? മണ്ണിനോ ഒഴിച്ച വെള്ളത്തുള്ളികളുടെ എണ്ണം. മണ്ണിനോ പിന്നെന്താണ്? ഒഴിച്ച വെള്ളത്തുള്ളികളുടെ അളവ് നമ്മൾ ഇവിടെ നോട്ട് ചെയ്ത് വെക്കണം. From which type of soil did water drip out first? എന്താണ് മക്കളെ? ഏത് മണ്ണിലാണ് ആദ്യം വെള്ളം പുറത്തു വന്നത്? ആദ്യം ബേക്കറിലേക്ക് പുറത്തു വന്നത് ഏത് മണ്ണിലാണെന്ന്. ഏതിലായിരിക്കും മക്കളെ? സാൻഡ്. എന്താണ്? നമ്മുടെ മണലിലായിരിക്കും പെട്ടെന്ന് തന്നെ വെള്ളം വന്നിട്ടുണ്ടെങ്കിൽ. കാരണം എന്താണ്? മണലിലെ ജലത്തിന്റെ അബ്സോർബ് ചെയ്യാനുള്ള കഴിവ് എന്തിന് കുറവാണ്? മണലിന് കുറവാണ്. അപ്പോൾ ഏറ്റവും ആദ്യം വാട്ടർ ഡ്രോപ്പ് വന്നത് എവിടെ? വാട്ടറിന്റെ ഡ്രിപ്പ് വന്നത് എവിടെയായിരിക്കും? സാൻഡിലായിരിക്കും. ഓക്കെ, then which one absorbed the maximum amount of water? ഏത് മണ്ണായിരിക്കും ഏറ്റവും കൂടുതൽ മണ്ണ് അബ്സോർബ് ചെയ്തിട്ടുണ്ടായിരിക്കാന്ന്? എന്താണ്? സോയിൽ ഫ്രം ദ യാർഡ് അബ്സോർബ് മാക്സിമം amount of water because organic matter is abundant in this soil. എന്താണ്? നമ്മുടെ യാർഡിലുള്ള മണ്ണായിരിക്കും ഏറ്റവും കൂടുതൽ ജലം അബ്സോർബ് ചെയ്തിട്ടുണ്ടായിരിക്കുക. കാരണം എന്താണ്? അവിടെയാണ് ഓർഗാനിക് മാറ്ററിന്റെ അളവ് കൂടുതൽ. ഓക്കെ, അടുത്ത് നോക്കൂ മക്കളെ. റൈറ്റ് ഡൗൺ ദ എക്സ്പെരിമെന്റ് നോട്ട് ഇൻ യുവർ സയൻസ് ഡയറി. നിങ്ങൾ എങ്ങനെതിലേക്ക് എഴുതണം? സയൻസ് ഡയറിയിലേക്ക് എഴുതണം. Examine different types of soil in the surroundings in your house in the same manner using glass tumbler, cloth and perforated coconut shell. Do not forget to present your findings in the classroom. എന്താണ് ഇത്? നിങ്ങളുടെ വീട്ടു പരിസരത്തുള്ള മണ്ണിനങ്ങളിൽ വെച്ചത് പരിശോധിക്കുക. എന്തൊക്കെയാണ് ഉപയോഗിക്കേണ്ടത്? അതിന് വേണ്ടിയിട്ട് ചില്ല് ഗ്ലാസ്, തുണി, ഓട്ടയുള്ള ചിരട്ട, ഇതൊക്കെ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. എന്നിട്ട് നിങ്ങൾ ഗ്രൂപ്പ്, ഇപ്പൊ നമുക്ക് ക്ലാസ്സിൽ അവതരിപ്പിക്കാൻ പറ്റില്ല, നമ്മുടെ ക്ലാസ് ഗ്രൂപ്പുകളിൽ ഇത് അവതരിപ്പിക്കുക. ഇനി അടുത്ത് നോക്കും മക്കളെ. ഓർഗാനിക് കണ്ടന്റ് ഓഫ് ദ സോയിൽ. ഓർഗാനിക് കണ്ടന്റ് എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? ജൈവാംശം, മണ്ണിലെ ജൈവാംശം. ഓർഗാനിക് കണ്ടന്റ് ഓഫ് ദ സോയിൽ, അതായത് മണ്ണിലെ ജൈവാംശം തിരിച്ചറിയുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ്. ഓക്കെ, ശ്രദ്ധിക്കും മക്കളെ. വാട്ട് ഹാപ്പൻസ് ടു ദ ഓർഗാനിക് റെസിഡ്യൂ that reaches the soil? എന്താണ്? മണ്ണിലെത്തുന്ന ജൈവാവശിഷ്ടങ്ങൾക്ക് എന്താണ് സംഭവിക്കുന്നത്? As you know, organic matter gets decomposed in soil by the action of microorganisms like bacteria and fungi in the soil. എന്താണ്? ബാക്ടീരിയ, ഫംഗസ് തുടങ്ങിയ സൂക്ഷ്മജീവികളുടെ പ്രവർത്തന ഫലമായി ഇവ മണ്ണിൽ വിഘടിച്ചു ചേരുമെന്ന് അറിയാമല്ലോ. How can organic content in soil be identified? മണ്ണിലെ ജൈവാംശം എങ്ങനെ തിരിച്ചറിയാം? What will be the color of the soil with high organic content? ജൈവാംശം കൂടുതലുള്ള മണ്ണിന്റെ നിറം എന്തായിരിക്കും? നോക്കൂ. Examine the top soil and the deep soil collected from the same area. Is there any difference in color? എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ഒരേ സ്ഥലത്ത് നിന്ന് മേൽമണ്ണും അടിമണ്ണും ആഴത്തിലുള്ള മണ്ണും നമ്മൾ എടുക്കുക. അതിനുശേഷം നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കണം. അപ്പൊ ഇതിന്റെ കളറിന് എന്ത് വ്യത്യാസമാണ്, മേൽമണ്ണിനും അടിമണ്ണിനും എന്ത് വ്യത്യാസമാണ് ഉള്ളത് എന്ന് നമ്മൾ നോക്കണം. ഓക്കെ,
Take equal quantities of sand, red soil, and soil from an area full of trees in 3 different test tubes. Pour and little hydrogen peroxide to each test tube. നമ്മൾ മണ്ണിൽ ജൈവാംശ ഓർഗാനിക് കണ്ടന്റ് ഉണ്ടോ എന്ന് തിരിച്ചറിയാൻ വേണ്ടി ഉപയോഗിക്കുന്ന കെമിക്കലാണ് എന്ത് ഹൈഡ്രജൻ പെറോക്സൈഡ് എന്ന് പറയുന്നത്. Which test tube produced the highest efference? The test tube ഏതിലാണ് കൂടുതൽ പതഞ്ഞു പൊങ്ങിയതെന്ന്. ഏതിലാണ്? The test tube in which soil from an area full of trees produced the highest efference. എന്താണ്? കൂടുതൽ മരങ്ങളുള്ള സ്ഥലങ്ങളിലാണ് കൂടുതൽ പതഞ്ഞു പൊങ്ങിയത്. കാരണം എന്താണ്? അവിടെ ഓർഗാനിക് മാറ്ററിന്റെ അളവ് കൂടുതലായിരിക്കും. അപ്പൊ അവിടെയായിരിക്കും ഓർഗാനിക് കണ്ടന്റ് കൂടുതൽ. കാരണം എന്താണ്? അവിടെ മരങ്ങളിൽ നിന്ന് ഇലകളിലൊക്കെ ഓർഗാനിക് കണ്ടന്റ് ആണ് അല്ലെ. അപ്പോൾ ഏറ്റവും കൂടുതൽ പൊന്തിയിട്ടുണ്ടായിരിക്കും എവിടെയായിരിക്കും? നമ്മുടെ മരങ്ങളുള്ള ഏരിയയിലുള്ള മണ്ണായിരിക്കും ഏറ്റവും കൂടുതൽ പൊന്തിയിട്ടുണ്ടായിരിക്കാം. Which soil has the highest organic content? Why? ഏത് സോയിലാണ് ജൈവാംശം കൂടുതൽ? എന്തുകൊണ്ടായിരിക്കും? ടീച്ചർ ഇപ്പൊ പറഞ്ഞത് തന്നെയാണ് അതിന്റെ ആൻസർ. സോയിൽ ഫ്രം ആൻ ഏരിയ ഫുൾ ഓഫ് എ ട്രീസ് ഹാസ് ദ ഹൈയസ്റ്റ് ഓർഗാനിക് കണ്ടന്റ്. എന്താണ്? മരങ്ങളുള്ള സ്ഥലത്തായിരിക്കും ഓർഗാനിക് കണ്ടന്റ് കൂടുതൽ. ഇറ്റ് ഈസ് ദ ഡ്യൂ ടു ഡീക്കേയിങ് ഓഫ് ലീവ്സ്, ബ്രാഞ്ചസ് ഓഫ് ട്രീസ്, ട്വിങ്സ്, റിമൈൻസ് ഓഫ് ഇൻസെക്ട്സ്, ആനിമൽസ് ആൻഡ് ദെയർ എക്സ്ക്രിയേറ്റ് എക്സിട്ര. എന്താണ്? നമ്മുടെ മരങ്ങളിൽ നിന്ന് വീഴുന്ന മരത്തിന്റെ അവശിഷ്ടങ്ങളൊക്കെ അവിടെ വീണ് അവിടെ തന്നെ ചീഞ്ഞ് അത് അവിടെ ഒരു വളമായിട്ട് മാറുന്നു. അതുകൊണ്ടാണ് അവിടത്തെ മണ്ണിന് ഓർഗാനിക് കണ്ടന്റ് കൂടുന്നത്. നോക്കൂ, അവൈലബിലിറ്റി ഓഫ് വാട്ടർ, ഡിഫറൻസ് ഇൻ ദ റേറ്റ് ഓഫ് ഇവാപൊറേഷൻ, ദ കപ്പാസിറ്റി ടു retain water and difference in organic content are the reasons for the variation in the water content in different types of soil. എന്താണ്? ജലലഭ്യത, ബാഷ്പീകരണ നിരക്കിലെ വ്യത്യാസം, ജലം സംഭരിച്ചു വെക്കാനുള്ള ശേഷിയിലെ വ്യത്യാസം, ജൈവാംശത്തിലെ അളവിലെ വ്യത്യാസം എന്നിവ മണ്ണിലെ ജലാംശത്തിൽ വ്യത്യാസമുണ്ടാവാൻ കാരണമാകുന്നു. നോക്കൂ, ഹൈഡ്രജൻ പെറോക്സൈഡ്. The efference is due to the oxygen that evolves during the dissociation of hydrogen peroxide. Hydrogen peroxide dissociates faster in soil with high organic content. എന്താണ്? ഹൈഡ്രജൻ പെറോക്സൈഡ് വിഘടിച്ച് സ്വതന്ത്രമാകുന്ന ഓക്സിജൻ പുറത്തു വരുന്നത് മൂലമാണ് പതഞ്ഞു പോകുന്നത്. ജൈവാംശം കൂടുതലുള്ള മണ്ണിൽ ഹൈഡ്രജൻ പെറോക്സൈഡ് വേഗത്തിൽ വിഘടിക്കും. അപ്പൊ ജൈവാംശം കൂടുതലുള്ള മണ്ണ് നമ്മൾ പറഞ്ഞു മരങ്ങള് ഏറ്റവും കൂടുതലുള്ള ഏരിയയിലായിരിക്കും എന്ത് കൂടുതൽ ഉണ്ടായിരിക്കുക? ജൈവാംശം കൂടുതൽ ഉണ്ടായിരിക്കാം. It takes many years of the formation of the topsoil which is rich in organic content. ജൈവസമ്പന്നമായ മേൽമണ്ണ് രൂപപ്പെടുന്നത് അനേകം വർഷങ്ങൾ കൊണ്ടാണ്. The topsoil is approximately 1 foot thick. എന്താണ്? മേൽമണ്ണ് ഏകദേശം 1 അടി കനത്തിൽ കാണപ്പെടുന്നു. The deep soil has lower organic content than the topsoil. മേൽമണ്ണിനെ അപേക്ഷിച്ച് അടിമണ്ണിൽ ജൈവാംശം വളരെ കുറവാണ്. Didn't you realize the topsoil is important? മേൽമണ്ണ് പ്രധാനപ്പെട്ടതാണെന്ന് മനസ്സിലായില്ലേ? What are the situations leading to the loss of topsoil? മേൽമണ്ണ് നഷ്ടപ്പെടാൻ ഇടയാവുന്ന സാഹചര്യങ്ങൾ ഏതൊക്കെയാണ്? നിങ്ങൾ ഈ ചിത്രം നോക്കിയിട്ട് തന്നെ ഒന്ന് എഴുതി നോക്കൂ. ടീച്ചർ അതിന് ശേഷം അതിന്റെ ആൻസർ തരുന്നതായിരിക്കും. തന്നെ എഴുതാവുന്നതേ ഉള്ളൂ കേട്ടോ ഇതിന്റെ ആൻസേഴ്സ്. ഈ ചിത്രത്തിൽ നിന്ന് മനസ്സിലാവുന്ന കാര്യങ്ങൾ എഴുതാം. അപ്പൊ തന്നെ അതിന്റെ ആൻസർ നമുക്ക് കിട്ടും. സോയിൽ വിത്ത് ലൈഫ്, ജീവനുള്ള മണ്ണ്. സോയിൽ ഈസ് ദ ബേസിസ് ഓഫ് ദ എക്സിസ്റ്റൻസ് ഓഫ് ഓൾ ലിവിങ് ക്രിയേച്ചർ. ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് അത്യാവശ്യമാണ് സോയിൽ, മണ്ണ്. സോയിൽ ഇൻ ഓൾ ഏരിയാസ് ഈസ് നോട്ട് ദ സെയിം. എല്ലാ ഏരിയയിലും മണ്ണ് ഒരേപോലെ അല്ല. സോയിൽ കണ്ടെയ്ൻസ് എയർ, വാട്ടർ, മിനറൽസ് ആൻഡ് ഓർഗാനിക് മാറ്റർ. മണ്ണില് വായു, ജലം, ധാതുലവണങ്ങൾ, ജൈവാംശങ്ങൾ എന്നിവ അടങ്ങിയിരിക്കുന്നു. Soil with high organic content is suitable for agriculture and has high water absorption capacity. ജൈവാംശം കൂടുതലുള്ള മണ്ണാണ് കൃഷിക്ക് അനുയോജ്യമായത്. ജൈവാംശം കൂടുതലുള്ള മണ്ണിന് ജലാകിരണ ശേഷിയും കൂടുതലാണ്. The water absorption capacity is less for sand
ഡ്യൂ ടു ഇറ്റ്സ് ലോവർ ഓർഗാനിക് കണ്ടന്റ്. എന്നാൽ മണ്ണിൽ ജൈവാംശം കുറവായതിനാൽ ജലാകരണ ശേഷി കുറവാണ്. Soil contains microorganisms such as fungi and bacteria. എന്താണ്? ഫംഗസ്, ബാക്ടീരിയ തുടങ്ങിയ സൂക്ഷ്മജീവികൾ മണ്ണിലുണ്ട്. They decompose organic matter and thus improve the fertility of soil. എന്താണ്? ഇവ ജൈവവസ്തുക്കളെ വിഘടിപ്പിച്ച് മണ്ണിന്റെ ഫലഭൂയിഷ്ടി വർദ്ധിപ്പിക്കുന്നു. കൃഷിക്ക് യോജ്യമായ മണ്ണിലെ ഘടകങ്ങളാണ് ഗ്രാഫിൽ കൊടുത്തിരിക്കുന്നത്. എന്താണ്? മിനറൽസ് 45%, പിന്നെന്താണ്? വാട്ടർ 25%, എയർ 25%, 5% ഓർഗാനിക് കണ്ടന്റ്. നോക്കൂ, haven't you seen topsoil rich in organic content being washed away by rainwater? മഴക്കാലത്ത് ഈ ജൈവസമ്പന്നമായ മേൽമണ്ണ് മഴവെള്ളത്തോടൊപ്പം ഒഴുകുന്നത് കണ്ടുപോയിട്ടില്ലേ? From which type of lands does the soil get washed away? എങ്ങനെയുള്ള പ്രദേശങ്ങളിൽ നിന്നാണ് മണ്ണ് ഒഴുകി പോകുന്നത്? നിങ്ങൾ ഒബ്സർവ് ചെയ്ത് എഴുതൂ, നോക്കി മനസ്സിലാക്കി എഴുതൂ കേട്ടോ. ടീച്ചർ അതിന്റെ ആൻസേഴ്സ് നോട്ട് നിങ്ങൾക്ക് തരുന്നതാണ് കേട്ടോ. അടുത്ത് നോക്കൂ മക്കളെ, സോയിൽ ഇറോഷൻ. എന്താണ് മക്കളെ സോയിൽ ഇറോഷൻ എന്ന് പറഞ്ഞാൽ? മണ്ണൊലിപ്പ്. സോയിൽ ഇറോഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? മണ്ണൊലിപ്പ്. Soil erosion occurs mostly during the monsoon season. മഴക്കാലത്താണ് മണ്ണൊലിപ്പ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. The roots of trees prevent soil from being washed away. മരങ്ങളുടെ വേരുകൾ മണ്ണിനെ ഒഴിപോവാതെ പിടിച്ചു നിർത്തുന്നു. Soil erosion will be greater in places with no trees and plants. മരങ്ങളോ ചെടികളോ ഇല്ലാത്ത പ്രദേശത്ത് മണ്ണൊലിപ്പ് കൂടുതലായിരിക്കും. The possibility is greater in slope land as well. എന്താണ്? ചരിഞ്ഞ പ്രദേശത്ത് മണ്ണൊലിപ്പ് സാധ്യത കൂടുതലാണ്. What are the different methods to be adopted to prevent soil erosion? മണ്ണൊലിപ്പ് തടയാൻ എന്തെല്ലാം മാർഗങ്ങൾ സ്വീകരിക്കാം? എന്തെല്ലാം മാർഗങ്ങളാണ്? മരങ്ങൾ വെച്ച് പിടിപ്പിക്കാം, മണ്ണൊലിക്കുന്നത് തടയാം, അല്ലെ? കൃഷിയെ പ്രോത്സാഹിപ്പിക്കാം. ഇതൊക്കെ മണ്ണൊലിപ്പ് തടയാനുള്ള മാർഗങ്ങളാണ്. Does soil erode from the premises of your home or school? നിങ്ങളുടെ വീട്ടുവളപ്പിൽ നിന്ന് സ്കൂൾ പരിസരത്ത് മണ്ണൊലിച്ചു പോകുന്നുണ്ടോ? If so, what can be done to prevent it? എങ്ങനെ നമുക്ക് തടയാൻ എന്തെല്ലാം പ്രവർത്തനങ്ങൾ ചെയ്യാൻ സാധിക്കും? ഇതൊക്കെ നിങ്ങൾ തന്നെ സ്വയം എഴുതുന്ന കാര്യങ്ങൾ. നിങ്ങൾ സോഷ്യൽ സ്റ്റഡീസിൽ പഠിക്കുന്നതാണ് ഇതെല്ലാം. ഇതൊക്കെ തന്നെ എഴുതൂ കേട്ടോ മക്കളെ. What soil refuses? മണ്ണിന് വേണ്ടാത്തത് എന്തൊക്കെയാണ്? പെട്ടെന്ന് നമുക്ക് കിട്ടും. പ്ലാസ്റ്റിക് ഒന്നും മണ്ണിന് വേണ്ടാലേ, അതൊന്നും ജൈവാംശം ഉള്ളതല്ല അല്ലെ, ഓർഗാനിക് കണ്ടന്റ് മാറ്ററല്ല. അപ്പൊ അതെന്താണ്? മണ്ണിൽ അലിഞ്ഞു ചേരില്ല അല്ലെ. അപ്പൊ അത് മണ്ണിൽ കിടന്ന് മണ്ണിന്റെ ഫലഭൂയിഷ്ടി നഷ്ടപ്പെടുത്തും. നോക്കൂ മക്കളെ, Don't we throw away many things to the soil after use? ഉപയോഗിച്ച ശേഷം പല വസ്തുക്കളും നാം വലിച്ചെറിയാറില്ലേ മണ്ണിലേക്ക്? Some of them decompose into the soil. ഇവയിൽ ചില വസ്തുക്കൾ മണ്ണിൽ വിഘടിച്ചു ചേരുന്നവയാണ്. Non-degradable substance bring about change in the natural structure. വിഘടിച്ചു ചേരാത്ത വസ്തുക്കൾ മണ്ണിന്റെ സ്വാഭാവിക ഘടനയ്ക്ക് മാറ്റം വരുത്തുന്നു. What are the activities we do that harm the soil like this? ഇത്തരത്തിൽ മണ്ണിന് ദോഷമുണ്ടാക്കുന്ന എന്തെല്ലാം പ്രവർത്തനങ്ങൾ നാം ചെയ്യുന്നുണ്ട്? Plastic is non-degradable. It remains in the soil for long without degrading. It prevents the seeping of water into the soil and thus prevents the growth of fruits. പ്ലാസ്റ്റിക് വിഘടനത്തിന് വിധേയമാവുന്നില്ല. അത് ദീർഘകാലം മണ്ണിൽ നശിക്കാതെ കിടക്കുന്നു. മണ്ണിലെ ജലം ഇറങ്ങുന്നു തടയുന്നു. വേരുകളുടെ വളർച്ച തടസ്സപ്പെടുത്തുന്നു. കെമിക്കൽ പെസ്റ്റിസൈഡ്സ്, രാസകീടനാശിനികൾ. Chemical pesticides destroy not only harmful insects which destroy crops but also harmless microorganisms. രാസകീടനാശിനികൾ കൃഷി നശിപ്പിക്കുന്ന കീടങ്ങളെ മാത്രമല്ല ഉപദ്രവകാരികളല്ലാത്ത സൂക്ഷ്മജീവികളെയും നശിപ്പിക്കുന്നു. Chemical fertilizers increase the amount of certain components in the soil. എന്താണ്? രാസവളങ്ങൾ മണ്ണിലെ ചില ഘടകങ്ങളുടെ അളവ് വർദ്ധിപ്പിക്കുന്നു. Chemical
cause the destruction of earthworms and other or microorganisms found in the soil. മണ്ണിലെ സൂക്ഷ്മജീവികളുടെ നാശത്തിന് രാസവസ്തുക്കൾ കാരണമാകുന്നു. Are your school premises garbage free? നിങ്ങളുടെ സ്കൂൾ പരിസരം മാലിന്യമുക്തമാണോ? Yes. What can be done for garbage disposal? മാലിന്യ നിർമ്മാർജ്ജനത്തിന് എന്തൊക്കെ ചെയ്യാം? Sorting garbage by type and disposing them. എന്താണ്? മാലിന്യങ്ങൾ തരംതിരിച്ച് സംസ്കരിക്കൽ. Making biofertilizers using organic waste. ജൈവമാലിന്യം ഉപയോഗിച്ച് കമ്പോസ്റ്റുകൾ നിർമ്മിക്കൽ. Controlling the use of plastics, reusing them. പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം നിയന്ത്രിക്കൽ, വീണ്ടും ഉപയോഗിക്കൽ. Discuss the importance of disposing waste formed in every institution and house at the origin itself. ഓരോ സ്ഥാപനത്തിലും വീട്ടിലുണ്ടാകുന്ന മാലിന്യങ്ങൾ അവിടെ തന്നെ സംസ്കരിക്കേണ്ടതിന്റെ പ്രാധാന്യം ചർച്ച ചെയ്യൂ. കൺസേർവിംഗ് വാട്ടർ സോഴ്സസ്. ജലസ്രോതസ്സുകൾ സംരക്ഷിക്കാം. ഡു യു തിങ്ക് വേസ്റ്റ് റീച്ചസ് ഓൺലി ദ സോയിൽ? മാലിന്യങ്ങൾ മണ്ണിൽ മാത്രമാണോ എത്തുന്നത്? Are the water sources such as ponds, rivers and streams in your locality polluted? നിങ്ങളുടെ പ്രദേശത്തുള്ള കുളം, പുഴ, തോട് തുടങ്ങിയ ജലാശയങ്ങൾ മലിനമായി കിടക്കുന്നുണ്ടോ? What are the types of pollutants that reach these sources? ഏതെല്ലാം തരത്തിലുള്ള മാലിന്യങ്ങൾ അവയിൽ എത്തുന്നുണ്ട്? നിങ്ങൾ എഴുതൂട്ടോ. നിങ്ങളുടെ ചുറ്റുപാട് നിരീക്ഷിച്ച് നിങ്ങൾക്ക് അറിയാലോ. എഴുതൂ. Shouldn't we protect water sources from getting polluted? ജലാശയങ്ങൾ മലിനമാവാതെ സംരക്ഷിക്കേണ്ടതല്ലേ? Prepare an action plan to keep the water sources in your locality pollution free. പ്രദേശത്തെ ജലാശയ മാലിന്യമുക്തമായി സംരക്ഷിക്കാൻ വേണ്ട കർമ്മ പരിപാടി ആസൂത്രണം ചെയ്യൂ. The lamenting speech. എന്താണ് മക്കളെ? ആകുലമാം ഒരഴുക്കുചാലായി. We used to bath in this brook when we were children. കുട്ടിക്കാലത്ത് ഞങ്ങൾ ഈ തോട്ടിലെ വെള്ളത്തിലാണ് കുളിച്ചിരുന്നത്. It was full of water round the year. എല്ലാ കാലത്തും ഇത് ജലസമൃദ്ധമായിരുന്നു. We used the water for all purposes except drinking. കുടിക്കാനൊഴികെ മറ്റാവശ്യങ്ങൾക്കെല്ലാം ഇതിലെ വെള്ളമാണ് ഞങ്ങൾ ഉപയോഗിച്ചിരുന്നത്. Gradually, the number of houses in the locality increased. പതുക്കെ ഇവിടുത്തെ വീടുകളുടെ എണ്ണം കൂടി വന്നു. The number of hotels and other commercial institutions also increased proportionately. അതിനനുസരിച്ച് ഹോട്ടലുകളുടെയും കച്ചവട സ്ഥാപനങ്ങളുടെയും എണ്ണം വർദ്ധിച്ചു. Sewage and other waste from them reached the brook. എന്താണ്? അവിടെ നിന്നെല്ലാം അല്പാൽപമായ മാലിന്യജലം മറ്റു മാലിന്യങ്ങളും തോട്ടിലെത്തി. After some time, waste increased enormously. എന്താണ്? കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ മാലിന്യങ്ങൾ വർദ്ധിച്ചു വന്നു. After some time, waste increased numerously. Now, people from even distant places deposit waste matter in this brook. ഇന്ന് ദൂരസ്ഥലങ്ങളിൽ നിന്ന് പോലും ആളുകൾ ഇവിടെ മാലിന്യങ്ങൾ കൊണ്ടിടുന്നു. It has been transformed into a foul-smelling cesspool due to the deposit of waste and dirty water. മാലിന്യങ്ങളും അഴുക്ക് ജലവും നിറഞ്ഞ ദുർഗന്ധം പരത്തുന്ന ഒരു അഴുക്കുചാലായി ഇത് മാറി. Will the brook ever get back its past glory? എന്നെങ്കിലും ഈ തോടിന പഴയ നല്ല കാലം തിരിച്ചു വരുമോ? ഒരു ഇതാണ് ഒരാളുടെ ഒരു ആശങ്കയുടെ പറയാണ്, അനുഭവം പറയാണ്. പണ്ടത്തെ കാലം ഇന്നത്തെ കാലത്തിന്റെ ഒരു പ്രത്യേകത. The amount of pure water available to us is only a small percent of the total water on the earth. നമുക്ക് ലഭ്യമായ ശുദ്ധജലത്തിന്റെ അളവ് ഭൂമിയിലെ ആകെ ജലത്തിന്റെ ചെറിയൊരു ശതമാനം മാത്രമാണല്ലോ. വാട്ടർ സോഴ്സസും പെർസെൻറ്റേജും ആണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങളത് വായിച്ചു നോക്കുക. What are the fresh water sources in your locality? നിങ്ങളുടെ പ്രദേശത്ത് ശുദ്ധജലം ലഭിക്കുന്ന ഏതെല്ലാം ജലസ്രോതസ്സുകൾ ഉണ്ട്? Can the water obtained from the
ഫ്രം ഓൾ സോഴ്സസ് ബി കോസ്ഡ് ഫോർ ഡ്രിങ്കിങ്. എല്ലാ സ്രോതസ്സുകളിൽ നിന്നുമുള്ള ജലം നമ്മൾ കുടിക്കാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. കളക്ട് സാമ്പിൾസ് ഓഫ് വാട്ടർ ഫ്രം ഡിഫറെന്റ് വാട്ടർ സോഴ്സസ് ഇൻ യുവർ ലൊക്കാലിറ്റി. Observe their peculiar properties and tabulate them in your science diary as given below. നിങ്ങളുടെ പ്രദേശത്തെ വിവിധ ജലസ്രോതസ്സുകളിലെ സാമ്പിളുകൾ ശേഖരിച്ചിട്ട് അവയുടെ സവിശേഷതകൾ നിരീക്ഷണ വിധേയമായി താഴെ കൊടുത്തിരിക്കുന്ന പട്ടിക പോലെ ശാസ്ത്ര പുസ്തകത്തിൽ എഴുതൂ. അതുപോലെ എഴുതണം. കളറ്, മണം, കലങ്ങല് ഇതെല്ലാം എഴുതിയിട്ട് കിണറിലെ വെള്ളം, കുളത്തിലെ വെള്ളം, പുഴയുടെ വെള്ളം ഇതെല്ലാം എഴുതണം കേട്ടോ. നിങ്ങളുടെ ഭാഗത്ത് നിങ്ങൾ നോക്കിയിട്ടാണ് ചെയ്യേണ്ടത്. സാധിക്കുന്നത് ചെയ്യുക. ഓക്കെ. വാട്ട് ആർ ദ മെത്തേഡ്സ് ബൈ വിച്ച് വി ക്യാൻ പ്യൂരിഫൈ പൊല്യൂട്ടഡ് ഡ്രിങ്കിങ് വാട്ടർ? കുടിവെള്ളം മലിനമായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏതെല്ലാം രീതിയിൽ അത് ശുദ്ധീകരിക്കാം? അടുത്ത വാട്ടർ ക്വാളിറ്റി. ദ ക്വാളിറ്റി ഓഫ് വാട്ടർ ഈസ് ഡിറ്റർമൈൻഡ് ഓൺ ദ ബേസിസ് ഓഫ് ദ പർപ്പസ് ഫോർ വിച്ച് ഇറ്റ് ഈസ് യൂസ്ഡ്. ജലത്തിന്റെ ഗുണനിലവാരം അത് ഏത് ആവശ്യത്തിന് ഉപയോഗിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു. ദ ഹയസ്റ്റ് ക്വാളിറ്റി ഈസ് റിക്വയർഡ് ഫോർ ഡ്രിങ്കിങ് വാട്ടർ. എന്താണ് ഏറ്റവും ഉയർന്ന ഗുണനിലവാരം ആവശ്യമുള്ളത് കുടിവെള്ളത്തിനാണ്. വാട്ടർ കണ്ടെയ്ൻസ് വേരിയസ് മിനറൽസ്, ഓക്സിജൻ, മൈക്രോ ഓർഗാനിസംസ് ആൻഡ് ഇൻസോലുബിൾ ഇമ്പ്യൂരിറ്റീസ്. വെള്ളത്തിൽ എന്തൊക്കെ അടങ്ങിയിട്ടുണ്ട്? ഓക്സിജൻ, സൂക്ഷ്മജീവികൾ തുടങ്ങി ഘടകങ്ങൾ ജലത്തിൽ അടങ്ങിയിട്ടുണ്ട്. ഇൻസോലുബിൾ ഇമ്പ്യൂരിറ്റീസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അലേയ മാലിന്യങ്ങൾ. ദി വേരിയേഷൻ ഇൻ ദെയർ ലെവൽസ് ഇൻഫ്ലുവൻസ് ദ ക്വാളിറ്റി ഓഫ് വാട്ടർ. ഇവയുടെ ഏറ്റക്കുറച്ചിലുകൾ ജലത്തിന്റെ ഗുണനിലവാരത്തെ സ്വാധീനിക്കുന്നു. പ്യൂർ വാട്ടർ ഈസ് ന്യൂട്രൽ. ശുദ്ധജലം എന്താണ്? നിർവീര്യ സ്വഭാവമാണ്, ന്യൂട്രൽ ആണ്. ദാറ്റ് ഈസ് ഇറ്റ്സ് pH വാല്യൂ 7. അതിന്റെ pH വാല്യൂ എന്താണ്? 7 ആണ്. വാട്ടർ വിത്ത് pH വാല്യൂ ബിറ്റ്വീൻ 6.5 and 7.5 is used as drinking water. കുടിവെള്ളത്തിന്റെ pH വാല്യൂ നമ്മൾ ഉപയോഗിക്കുന്നത് 6.5 മുതൽ 7.5 വരെയാണ്. ഡിസീസ് ദാറ്റ് സ്പ്രെഡ് ത്രൂ ഡ്രിങ്കിങ് വാട്ടർ. കുടിവെള്ളത്തിലൂടെ പകരുന്ന രോഗങ്ങൾ. Disease spread through water when the disease-causing microorganisms grow in water used for drinking. Mixing up of excreta and other pollutants with drinking water is one reason for the pollution of drinking water. The presence of the bacteria E. coli, which reach water through excreta, causes the diseases diarrhea, thyroid, cholera, typhoid, cholera, dysentery, and jaundice are some of the other diseases that spread through drinking water. എന്താണ്? രോഗകാരികളായ സൂക്ഷ്മജീവികൾ ജലത്തിൽ വളരാനിടയാവുകയും ആ ജലം കുടിക്കുകയും ചെയ്യുമ്പോഴാണ് ജലത്തിൽ കൂടി രോഗങ്ങൾ പകരുന്നത്. ഇതിനകത്ത് പ്രത്യേകിച്ച് നോക്കേണ്ടത് എന്താണ് മക്കളെ? ജലത്തിലൂടെ പകരുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്? ടൈഫോയിഡ്, കോളറ, ഡിസെൻട്രി, മഞ്ഞപ്പിത്തം തുടങ്ങിയവയൊക്കെ എന്താണ്? നമ്മുടെ കുടിവെള്ളത്തിലൂടെ പകരുന്ന രോഗങ്ങളാണ്. ഇനി വിസർജ്യ വസ്തുക്കളിലൂടെ ജലത്തിലെത്തുന്ന E. coli ബാക്ടീരിയയുടെ സാന്നിധ്യം ഡയേറിയ എന്ന രോഗത്തിന് കാരണമാകുന്നു. നോക്കുക, ജലശുദ്ധീകരണം, വാട്ടർ പ്യൂരിഫിക്കേഷൻ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് എടുക്കാം. ഇത്രയും ഭാഗം നിങ്ങൾ നോട്ട് എഴുതി പഠിക്കുക. ഓക്കെ, താങ്ക് യു.